ഇപ്പോഴാണ് ഇത്തവണത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വളരെ യാദൃശികമായി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട സംഗതിയാണ്. സാധാരണ ഇതിൽ ഒരുപാട് ആളുകൾ ജയിച്ചു വരാറുണ്ട്. ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു അലുമിനിയം ഇതിലൊരു രജിസ്ട്രേഷൻ ഇങ്ങനെ നടത്തി നോക്കി. ഇപ്പൊ 55 പേര്, ഞങ്ങൾക്കൊക്കെ അവിശ്വസനീയമായി. ഞങ്ങളൊരു 15-20 പേര് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കണ്ടത്. പക്ഷെ ലിസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ 55 പേര് ത്രിതല പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുപ്പെട്ട് കഴിഞ്ഞു. അതിൽ തന്നെ ജില്ലാ പഞ്ചായത്തിൽ 4 പേരുണ്ട്, 6-7 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. അപ്പൊ ആ രീതിയിൽ വന്നപ്പോൾ അവരെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ആദരിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് അസോസിയേഷൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഈ അതിഥികളായി എത്തുന്നതും മുഴുവൻ പേരും ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മുൻ മന്ത്രി, മുൻ ചീഫ് വിപ്പ് മജീദ് സാഹിബ്, അദ്ദേഹം ഞങ്ങളുടെ അലുമിനി അല്ല, പക്ഷെ അദ്ദേഹം ഞങ്ങളുടെ തിരുവനങ്ങാടി കൊള്ളുന്ന MLA, മണ്ഡലത്തിലെ MLA, കോളേജ് മാനേജ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. പിന്നെ 4 പേര് അതിഥികളായി എത്തുന്ന 4 പേരുടെ KT ജലീലായിരുന്നാലും, അതുപോലെ തന്നെ ഒരു N ഷംസുദ്ദീൻ MLA ആയിരുന്നാലും, ടി ഇബ്രാഹിം MLA ആയിരുന്നാലും അവരൊക്കെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. മണി സി കാപ്പനും അവിടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം അവിടെ പഠിച്ചുകൊണ്ടിരിക്കെ യൂണിവേഴ്സിറ്റി വോളിബോൾ ടീമിൽ അംഗമായിരുന്നു. അദ്ദേഹം അവിടെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അവരാണ് അതിഥികളായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇതിന് താല്പര്യം എടുക്കാൻ മറ്റൊരു കാര്യമുള്ളത്, ഒരു അപൂർവതയുണ്ട്. അതിനപ്പുറത്ത് എന്താണ്, എല്ലാ കോളേജുകളിലും പഠിച്ചവരായിരിക്കുമല്ലോ, ഒരു നല്ല കോളേജിൽ പഠിച്ചവരായിരിക്കുമല്ലോ സാധാരണഗതിയിൽ. പക്ഷെ ഒരു സംഗതി ഉള്ളത്, ഈ ഇപ്പോ പൊതുസമൂഹത്തില് ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിനെതിരായി ചില ചിന്തകളൊക്കെ ഇങ്ങനെ ഉയർന്നു വരികയൊക്കെ ചെയ്യുന്ന ഘട്ടത്തില് ഈ 55 പേരും ക്യാമ്പസ്, 99% പേരും ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ വന്ന്, നല്ല ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ വന്ന് സമൂഹത്തിലെ ജനപ്രതിനിധികളായി മാറിയിട്ടുള്ളവരാണ്. തീർച്ചയായിട്ടും അത് പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾ കുട്ടികൾ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ വരുന്ന സംഘടനകളിൽ അംഗമാവുന്നതിനൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിലിരിക്കുമ്പോൾ അങ്ങനെയല്ല, നാളെ പൊതുസമൂഹത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ ഒക്കെ വന്നിട്ടുള്ളവരാണ് എന്നുകൂടെ കാണിക്കുന്ന രീതി, അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം എന്നുകൂടി തന്നെയാണ് ഈ ആദരം ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്.